ചില കുട്ടികളുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കും. ശരിക്കും ഞാൻ പഠിച്ചിട്ടുള്ള സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന യാതൊന്നും ആ സിനിമയിലേക്ക് വേണ്ടായിരുന്നു. ഒരു ചിഹ്നം വേണ്ട, നമുക്ക് ഇന്നാളുടെ അടുത്ത് പോകാൻ അവർ ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതല്ലേ എൻ്റെ ആ ഫിലിമിലെ പ്രസൻസ്. ഞാൻ ഇതുവരെ നേരിട്ട് കാണാത്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. നേരിട്ട് കണ്ട ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് ഹായ് ഗൈസ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് വിശേഷം എന്ന് പറഞ്ഞ മൂവിയിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള നമ്മുടെ സ്വന്തം ചിന്നച്ചാന്ദിനിയാണ്. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു. എന്തൊക്കെയാണ് വിശേഷം, കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങൾ? വളരെ നല്ല വിശേഷം. എല്ലാവരും സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിനോടൊപ്പം സൈഡിൽ കൂടെ കുറച്ചധികം സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഹാപ്പി സ്പേസിലാണ്. ഇപ്പം നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ വന്ന് സംസാരിക്കുമോ? വിശേഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് കാതലിന് ശേഷം ആണല്ലേ കുറച്ച് അധികം ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് കാണുന്നവർ വന്ന് സിനിമയുടെ വിശേഷം പറയും, അല്ലെങ്കിൽ സിനിമ കണ്ടതിൻ്റെ കാര്യങ്ങൾ പറയും. അങ്ങനെ അങ്ങനെ ലൈഫിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ ഒരാളിങ്ങനെ വന്ന് നമ്മൾ ചെയ്ത സിനിമ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ? ഐ മീൻ ഇതായിരുന്നല്ലോ നമ്മുടെ സ്വപ്നം. ഇതായിരുന്നു എത്ര നാൾ തൊട്ടുള്ള സ്വപ്ന ശരിക്കും സിനിമ? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്നു സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആ കാണുന്ന ഇപ്പൊ ചില കുട്ടികളുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ അത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കും. അങ്ങനെ നമ്മളവിടെ റീപ്ലേസ് ചെയ്തൊക്കെ ഇമാജിൻ ചെയ്യോ? അങ്ങനെ കണ്ട് അങ്ങനെ ഇത് ഞാനായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നെ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു മുതലേ. പിന്നെ ഞാൻ കുറച്ചധികം ഈ പറയുന്ന തിയേറ്ററിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു ചെറുപ്പത്തിൽ മുതലേ. അപ്പോൾ അങ്ങനെ 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 ഈ ആരുടെ പറയാത്ത ഇങ്ങനെ വെച്ചിരുന്ന ആഗ്രഹമാണ് പിന്നെ ആദ്യ സിനിമയായിട്ടും പിന്നീട് അങ്ങോട്ടും ഒക്കെ വന്നത്. ശരിക്കും വിശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ ഫുൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിശേഷമായോ അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ശരിക്കും റിയൽ ലൈഫിൽ ചിന്നു ഇങ്ങനെ കേട്ടിട്ടുള്ള അങ്ങനെ സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ? ശരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? അങ്ങനെ ശരിക്കും പറഞ്ഞ തെന്നിയും തെറിച്ചും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം എനിക്ക് അധികം ആൾക്കാരിൽ നിന്ന് കേൾക്കാനുള്ളൊരു അവസരം കിട്ടാത്ത ഞാൻ അധികം ആൾക്കാരുടെ അടുത്തേക്ക് പോകാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞാനിപ്പം ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ട് പോകും, പിന്നെ പോകുന്ന വീട്ടിൽ വരും. പിന്നെ എൻ്റെ വളരെ ചെറിയൊരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്, അവരെ വല്ലപ്പോഴും കാണും, അങ്ങനെയുള്ളൂ. അപ്പം അത് കാരണം തന്നെ ഈ ചോദ്യം ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ എത്തിപ്പെടാറില്ല. അഥവാ എത്തിപ്പെട്ടാൽ കല്യാണത്തിന്റെ കാര്യം ചോദിക്കും. കല്യാണം കഴിഞ്ഞോ, കല്യാണം ആയോ, കല്യാണം ആവാറായില്ലേ, അതൊക്കെ വരും. ആഗ്രഹമുള്ള ആൾക്കാർ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് പ്രായമായവരൊക്കെ ആവുമ്പോഴാണ് ഈ ചോദ്യം വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മെലിയുന്നില്ലേ, അടുത്ത പ്രോജക്റ്റ്, അടുത്ത സിനിമ എന്താണ്, അത് ആക്ച്വലി ഒരുപാട് കേൾക്കുന്ന സിനിമയാണ്. ചിലപ്പോൾ നമ്മൾ ഈ സിനിമയുടെ പ്രൊമോഷന് പോയി നിൽക്കുമ്പോഴായിരിക്കും അടുത്ത പടം ഏതാന്ന് ചോദിക്കുന്നതൊക്കെ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ മെൻഷൻ ചെയ്തായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. അപ്പൊ ശരിക്കും ഭീമന്റെ വഴിയിൽ അത് അങ്ങനെ ഒരു സീനുണ്ടല്ലോ. അപ്പം ഈ സെൽഫ് ഡിഫെൻസ് പഠിച്ചത് ആ ഒരു ഫൈറ്റ് സീൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും ഞാൻ പഠിച്ചിട്ടുള്ള സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്ന യാതൊന്നും ആ സിനിമയിലേക്ക് വേണ്ടായിരുന്നു. ഞാൻ ആ സമയം കുറച്ച് കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കളരിപ്പയറ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബോക്സിങ് ഞാൻ സ്റ്റേറ്റ് ലൈക്ക് ചാമ്പ്യൻ ആയിരുന്നു ആ സമയത്ത്. പിന്നെ ക്രാവ് മഗ ഞാൻ കുറച്ചധികം പഠിച്ചു, അതിൻ്റെ കുറച്ച് ലെവൽസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു, ജൂഡോ ആയിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. അപ്പം അത് ഹെൽപ്പ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിൻ്റെ കുറച്ച് നമ്മളെ എന്താ പറയുക എക്സ്പോഷർ ഉള്ളത് ഒബ്വിയസ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ജൂഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1-2 months പോയി ഈ പറയുന്ന ആ ഒരു മൂവ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാളെ എങ്ങനെ വലിച്ചെറിയണം എന്ന് മാത്രം ഞാൻ 2-3 ശരിക്കും അറിഞ്ഞായിരുന്നു അതില്. അതിന് ഒബ്വിയസ്ലി ഒരു ഫൈറ്റ് മാസ്റ്ററും അവരുടെ ടീമും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചേട്ടനെയൊക്കെ ഇത്രയും ടേക്കിന് വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ പറയുന്ന ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും അങ്ങനെ തന്നെയാ പഠിച്ചത്, അവിടെ മാറ്റിലൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെയാണ്. ശരിക്കും എത്രാമത്തെ വയസ്സോട്ടായി സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ ഇപ്പൊ ബോക്സിങ് അതൊക്കെ പഠിച്ചു തുടങ്ങിയത്? എത്ര നാൾ തൊട്ട് പഠിച്ചു തുടങ്ങിയത്? ഇപ്പൊ ഏകദേശം എത്ര നാളായി പഠിക്കുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ കരാട്ടെയാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഹൈസ്കൂള് ആ സമയത്തായിരുന്നു പഠിച്ചു തുടങ്ങിയത്. പിന്നെ ബോക്സിംഗ് ഒക്കെ ശരിക്കും എൻ്റെ കോളേജ് കഴിയാറായ സമയത്താണ് ഞാൻ നമ്മുടെ പ്രേംനാഥ് എന്ന് പറഞ്ഞിട്ട് സാറുണ്ട് ട്രിവാൻഡ്രം. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങനെ ബോക്സിങ്ങിനെ കുറിച്ച് ഇങ്ങനെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ബോക്സിങ് ചെയ്താൽ കൊള്ളാമെന്നൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അത് ബോക്സിംഗ് ഒരു 3-4 years പഠിച്ചിട്ടുണ്ടല്ലേ? 3-4 years ആ സമയത്താണ് കോമ്പറ്റീഷന് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പഠിച്ച് അങ്ങനെ പ്രാക്ടീസിന് ഇറങ്ങി. ശരിക്കും അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോയി ഈ പറയുന്ന കോമ്പറ്റീഷൻ. നമ്മളെല്ലാവരും നമ്മുടെ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള എല്ലാവരെയും അതേപോലെ
കൊണ്ടുപോകാറുണ്ട്. വിശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ ശരിക്കും എങ്ങനെ എത്തുന്നത്, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു റോള് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യാമെന്ന് തോന്നിയത്? എനിക്ക് വിശേഷം ഒന്ന് സൂര്യചേട്ടനാണ് ആദ്യം വിളിക്കുന്നത്. അവര് സൂര്യചേട്ടനും ആനന്ദേട്ടനും ഒരുമിച്ചാണ് കഥ പറയുന്നത്. ആ സിനിമയുടെ കഥ കേട്ട് തുടങ്ങി ഒരു പകുതി മുക്കാലായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സാധനം ഒരു ഭയങ്കര ഒരു ഗംഭീര സാധനമാണ്. പിന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വൈ വുഡൻറ്റ് യു ഡു വിശേഷം പോലെ ഒരു സിനിമ, അത് ആരുടെ കയ്യിൽ കിട്ടിയാലും അത് ചെയ്യും. അതെ, അങ്ങനെ ഗംഭീര ഒരു സ്ക്രിപ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു മെസ്സേജും ആണ് അതെ ആ സിനിമ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ കയ്യിൽ നിന്ന് പോകല്ലേ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ലൈക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്, ശരിയാണ്. പക്ഷെ ഇനി എങ്ങാനും കാരണം കൊണ്ട് എനിക്കറിയാം ദേ ഹവ് ഗോൺ ടു അതർ പ്ലേസസ് ആ സ്ക്രിപ്റ്റുമായിട്ട്. അപ്പോൾ എങ്ങാനും കാരണം കൊണ്ട് ചിന്നു വേണ്ട, നമുക്ക് ഇന്നാളുടെ അടുത്ത് പോകാൻ അവർ ഒന്ന് വിചാരിച്ചാൽ തീരാവുന്നതല്ലേ എൻ്റെ ഫിലിമിലെ പ്രസൻസ്. അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ ചെയ്യണം തന്നെ പറഞ്ഞോ. ഓക്കെ, ഞാൻ അതെ ഐ തിങ്ക് ഓൺ ദ കോൾ ഓൺലി ഞാൻ പറഞ്ഞു ഐ എം ഹാപ്പി, എനിക്ക് ഐ വോണ്ട് ടു ഡു ദിസ് എന്നിങ്ങനെ ആ കോളിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് മൂവി അനുരാഗ കരിക്കിൻവെള്ളാണ്. അപ്പം എൻ്റെ അടുത്ത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കുഞ്ഞുനാളിലോട്ടുള്ള ഒരു ആഗ്രഹമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. എങ്ങനെ അനുരാഗ കരിക്കിൻവെള്ളത്തിൽ എത്തുന്നത്? അനുരാഗ കരിക്കിൻവെള്ളത്തിൽ ശരിക്കും ഞാൻ എൻ്റെ എംഫിൽ തിയേറ്ററിലാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്റ്റേജ് പ്ലേ ഉണ്ടായിരുന്നു, ഒരു ഫുൾ ഓൺ ഒരു പ്രൊഫഷണൽ ഇതിലുള്ള ട്രിവാൻഡ്രത്ത് സെനറ്റ് ഹാളിൽ വെച്ചിട്ടാണ് ആ പ്ലേയുടെ ഇതുണ്ടായിരുന്നത്. ആ സമയത്ത് അനുരാഗ കരിക്കിൻവെള്ളത്തിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അജയ് രാഹുൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും നമ്മുടെ പ്ലേയിലുണ്ടായിരുന്നു. അങ്ങനെ ആക്ട് ചെയ്യാൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഹരി എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഹരി വിളിച്ചിട്ട് അദ്ദേഹം കാണാൻ വന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് അദ്ദേഹം കണ്ടതിന് ശേഷമാണ് ഈ കാസ്റ്റിംഗ് കോളിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഒന്ന് വരുന്നത്. അത് ശരിക്കും വേറെ ഏതോ ഒരു സോഴ്സിൽ കൂടെ എനിക്ക് ആ കാസ്റ്റിംഗ് കോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ട് എനിക്കൊക്കെ എങ്ങനെ സിനിമയിൽ, എനിക്കൊക്കെ ആരാ സിനിമയിൽ വിളിക്കുക, അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അടുത്ത ദിവസമാണ് ഹരി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓഡിഷൻ ഒന്ന് വരാവോ എന്നിങ്ങനെ ചോദിച്ച് ഞാൻ അങ്ങനെ ഓഡിഷന് പോകുന്നതും. ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് അപ്പുചേട്ടൻ അജയ് രാഹുൽ അദ്ദേഹം പറയുന്നത് ഇന്ന സിനിമയാണെന്ന്. അപ്പോഴാണ് എനിക്ക് ഈ കണക്ഷൻ മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അതേ കാസ്റ്റിംഗ് കോളിന്റെ ഇത് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ആ മൂവിയുടെ ഭാഗത്തുന്നത്. നല്ല രസമുള്ള ഒരു റോളായിരുന്നു എൻ്റെ. ആ ചീത്തയൊക്കെ പറഞ്ഞേക്കാൻ നല്ല രസമല്ലേ? ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ജേർണിയിൽ ഞാൻ ചോദിക്കുന്ന, ഇപ്പം പലരും പറയാറുണ്ട് മലയാളം ഇൻഡസ്ട്രി അല്ലെങ്കിൽ മലയാളം സിനിമ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു. ശരിക്കും ചിന്നുവിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് മലയാള സിനിമ ഇപ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ? എനിക്ക് അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് മലയാളം സിനിമയിൽ നമ്മളൊക്കെ നിൽക്കാൻ പറ്റിയ ഗംഭീര സമയമാണ് ഇതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്രത്തോളം ഇന്ത്യയിൽ എല്ലാവരുടെയും കണ്ണ് മലയാള സിനിമയിലേക്കുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമ ഇന്ത്യക്ക് പുറത്തും യാത്ര ചെയ്തു പോകുന്ന ഒരുപാട് പേര് നോക്കിക്കാണുന്ന ഒരു സമയമാണിത്. എനിക്ക് പ്രോബ്ലമായിട്ട് പറയാനുള്ള ഒരു പക്ഷേ ഇപ്പം ഫോർ എക്സാമ്പിൾ ചെറിയ സിനിമകൾക്ക് ആക്സസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഈ പറയുന്ന ചെറിയ സ്റ്റാർസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമ, അതൊരു സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല, അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. ചെറിയ സിനിമകൾക്ക് വലിയ സിനിമകളുടെ ഇടയിൽ നിൽക്കാൻ, അതും നല്ല സിനിമകളാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വിശേഷത്തിന് പോലും ഫസ്റ്റ് വീക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് വീക്ക് കഷ്ടപ്പെട്ട് നിന്ന് ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് ആ സിനിമയ്ക്ക് ഇപ്പോഴും നിലനിൽക്കാൻ പറ്റുന്നത്, ആ തിയേറ്റർ കൂടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു റിയൽ ഇഷ്യൂ ആണ്. എനിക്കറിയില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടോന്ന് പോലും അറിയില്ല. ശരിക്കും ആക്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം അനുരാഗ കരിക്കിൻവെള്ളത്തിലൊക്കെ എത്തിയതിന് ശേഷം ആക്ടിങ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തൊരു സമയം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആവണം അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവുന്ന ഒരു സമയമുണ്ടോ? അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആരാ ശരിക്കും മലയാള സിനിമ? ഒരാളോ ഒന്നിൽ കൂടുതലാളോ? ഒരാളെന്ന് പറയാനും പറ്റില്ല ചിലപ്പോൾ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എനിക്ക് അങ്ങനെ ചോദിക്കാൻ എനിക്കൊരു പക്ഷേ ഞാൻ കണ്ട സിനിമകൾ എനിക്കൊരുപാട്, ഞാൻ കുഞ്ഞിലെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇതിൽ ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ്. പിന്നീട് കുറച്ചും കൂടെ വലുതായപ്പോഴാണ് ശരിക്കും ശോഭന മാമും ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ
എന്നുവെച്ചാൽ അത് എവർഗ്രീൻ ആണ്. നമുക്ക് എന്ന് കണ്ടാലും അത് മടുപ്പ് തോന്നാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുക. ചിലതൊക്കെ നമ്മൾ ഇന്ന് അതുപോലെ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവർ പോലും അതുപോലെ അഭിനയിക്കില്ല. പക്ഷേ എന്നാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു മടുപ്പോ ഒന്നും തോന്നാതെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് അവർക്കുള്ള എന്താ പറയുക ഭയങ്കര ഡിവൈനായിട്ടുള്ളൊരു ടാലൻറ്റിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ അതൊക്കെ ചില സമയത്ത് ഞാൻ ആലോചിക്കുമ്പം ലൈക്ക് പിന്നെ എനിക്ക് സുകുമാരി അമ്മയുടെ വർക്ക്സ് ഒക്കെ എനിക്ക് അങ്ങനെ തിലകൻ സാറ് അങ്ങനെ കുറച്ച് പേരുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്ങനെ കുറച്ച് പേരുടെ വർക്കൊക്കെ ഇനി നമുക്ക് ഭയങ്കരമായിട്ട് ടൈംലെസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൽപ്പന ചേച്ചി എന്നുവെച്ചാൽ അവർ ചെയ്യും പോലെയല്ല, അവരുടെ കൂടെ വർക്ക് ചെയ്ത് അവർ ചെയ്യുന്നത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവില് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്, അത് ശരിക്കും നടന്നു. ഇതുപോലെ ഇനി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം എന്താ ശരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രീം എന്താ ശരിക്കും? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം എല്ലാവരുടെ കൂടെ അഭിനയിക്കണോ? നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ എല്ലാവരും നമ്മൾ ഇത് കണ്ടിട്ടാണല്ലോ ഇൻസ്പയർഡ് ആവുന്നതും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരുപാട് പേരോട് വർക്ക് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റിൽ ഒരാളാണ് കോങ്കന സെൻ ശർമ്മ. ഞാൻ ഇതുവരെ നേരിട്ട് കാണാത്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. നേരിട്ട് കണ്ട ചിലപ്പോൾ ഞാൻ ബോധം കെട്ട് അപ്പം അങ്ങനെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മലയാളത്തിലാണെങ്കിലും കുറച്ചധികം ആൾക്കാരുടെ കൂടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ എത്ര നേരം എപ്പിസോഡ് എത്ര സമയം എടുക്കാം, പക്ഷെ വേണ്ടുന്നത് ദിവസം നിൽക്കുമായിരിക്കും. അതെ, അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റും എനിക്ക്. ശരിയാ, മനസ്സിലായി. ശരിക്കും ഒരു ലോങ് ഡേ ഒക്കെ ഷൂട്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു ഹെക്റ്റിക് ഷൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും റിലാക്സ് വേണം. ശരിക്കും ഓരോരുത്തർ അതിനെ ചൂസ് ചെയ്യുന്ന വേറെ വേറെയാ. ചിന്നു എങ്ങനെയാ ഒരു ലോങ് ഡേ ഷൂട്ടിന് ശേഷം റിലാക്സ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഇപ്പം ഷൂട്ട് ചെയ്യുന്നെങ്കിൽ 6 AM to 9 PM ആണ് യൂഷ്വലി. 9:30 15 hours പ്ലസ് ഷൂട്ട് ചെയ്യും. പിന്നെ അടുത്ത ദിവസം വീണ്ടും 6 AM യു ഷുഡ് ബി റെഡി. അപ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ വരിക, കുളിക്കുക, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാവും അവിടെ. അപ്പം ഞാനിപ്പം മാക്സിമം ഒരു 7 ഒക്കെ ഫുഡ് കഴിക്കാൻ നോക്കും. പിന്നെ ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഒരു 10-15 minutes യോഗ ചെയ്യുക, അമ്മയുടെ അടുത്ത് സംസാരിക്കുക, ഇതാണ് എൻ്റെ പരിപാടി. ബാക്കി എന്ത് മുടങ്ങിയാലും ഈ 2 കാര്യങ്ങൾ നടക്കും. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബുക്ക് വായിക്കണം, അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടാണ് ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നത്. ബുക്കുകൾ സൈഡിലുണ്ടാവും, എല്ലാം സെറ്റാണ്. ഞാൻ കുറച്ച് പെയിന്റ് ചെയ്യും. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാത്രി വന്ന് ഈ 2 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രത്യേകിച്ച് ബോധമൊന്നും ഉണ്ടാവില്ല, കിടന്നുറങ്ങും. എങ്ങാനും നമുക്ക് നേരത്തെ തീരുകയാണെങ്കിൽ പിന്നെ യുൽ ഗെറ്റ് സം ടൈം. ഇപ്പം 9:30 മുമ്പ് തീരുകയാണെങ്കിൽ യു ഗെറ്റ് ടു ഗോ ടു ദ റൂം ആൻഡ് ഡു സംതിങ്. ഇല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾ തന്നെയാണ് സ്ഥിരം ചെയ്യുന്നത്. ഇപ്പം ആക്ട്രസ് എന്നുള്ള രീതിയിൽ ചിന്നുവിനെ ഞങ്ങൾക്കൊക്കെ അറിയാം. അതല്ലാതെ ശരിക്കും ചിന്നു വർക്ക് ചെയ്തിട്ടുള്ള ജോബ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പഠിച്ചത്, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഓൾ സെയിൻസ് കോളേജിലായിരുന്നു, ലിറ്ററേച്ചറും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഒക്കെ. അതിനുശേഷം ഞാൻ MPhil തിയേറ്റർ ആൻഡ് ഫിലിം സ്റ്റഡീസിലാണ് ചെയ്തത്. പിന്നീട് എന്താ പറയുക, അന്ന് മുതലേ എനിക്ക് ഈ പറയുന്ന ഫിലിംസിൽ വരണം, ഫിലിംസിൽ തന്നെ വർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിയാറായ സമയത്താണ് ഞാൻ അനുരാഗ് കരിക്കമ്പലം ചെയ്യുന്നത്. പിന്നീട് കുറച്ച് നാൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ബോംബെയിലാണ് സെറ്റിൽഡ് ആയത്. അപ്പം അവിടെ കുറച്ച് പ്രൊഡക്ഷൻസും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഫുൾ ടൈം ഫിലിംസിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചേക്കാം. അതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, ഫീൽഡ് അഡ്വർടൈസിങ് പ്രൊഡക്ഷനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ചെയ്തത്. ഇപ്പം റിയൽ ലൈഫിൽ, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു ജേർണിയിൽ റിയൽ ലൈഫിൽ ചിന്നു ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും പറയാനുണ്ടായിരിക്കുക? എനിക്ക് തോന്നുന്നത്, ഒബ്വിയസ്ലി നമുക്ക് ചുറ്റും ഒരുപാട് പരിപാടികൾ ഉണ്ടാവും, റോഡ് ബ്ലോക്സ് പോലെ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ചിലപ്പം എനിക്ക് ചാലഞ്ചർ പക്ഷെ ഞാൻ തന്നെ ആയിരുന്നിട്ടുണ്ടാവും. എന്നെ കൊണ്ട് പറ്റുമോ ഇതെന്നൊക്കെ ആക്ച്വലി എപ്പോഴാന്ന് അറിയാം. ഇപ്പോൾ ഒരു സിനിമ വന്നു എന്ന് വെച്ചോ, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ പറയും ഗംഭീരം, ഇത് ഞാൻ ഒരു കലക്ക് ഞാനായിരുന്നെങ്കിൽ. നമുക്ക് ചിലപ്പോൾ സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോഴേ ഇത് ഗംഭീരമാണ്, ഇത് ഞാൻ ഗംഭീരമാക്കും, നോക്കിക്കോ, ഇതെൻ്റെ കയ്യിൽ ഭയങ്കര നല്ലൊരു പരിപാടിയാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓക്കെ പറയും. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 1 week മുമ്പ് ഞാൻ കാണുന്നവരടുത്തും വരുന്നവരടുത്തും പോകുന്നവരടുത്തും വീട്ടിലുള്ളവരടുത്തൊക്കെ പറയും, അതെ ഞാനിത് ചെയ്യണ്ടായിരുന്നു ഇല്ലേ, ഞാൻ ഓക്കെ പറയണ്ടായിരുന്നു, ഇത് ശരിയാവില്ലല്ലോ, ഇതെങ്ങനെ ശരിയാവുക, ഞാൻ ചെയ്ത മോശമാവില്ല, ഞാൻ ഇത് ചെയ്ത കൊള്ളാവില്ല എന്നൊരു 1 week
പറയൂ. ആദ്യമൊക്കെ വീട്ടുകാർക്ക് അത് ഭയങ്കര അയ്യോ എന്ത് പറ്റി, കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അതായത് മറ്റേ മോട്ടിവേഷൻ തരലായിരിക്കും. ഇതൊരു 2-3 പടം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായത് സ്ഥിരം പരിപാടിയാണെന്ന്. അപ്പൊ പിന്നെ ഇപ്പൊ പറയും നിനക്ക് വേണ്ടെങ്കിൽ നീ എന്തിനാ ചെയ്യുന്നേ, വേണ്ടെന്ന് വിളിച്ചു പറയാന്നൊക്കെ. അങ്ങനെ പറയല്ലേ? ഭയങ്കര കാശില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോ നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് അല്ലേ അങ്ങനെ ചെയ്യുന്നത്. പറയരുത്. അത് അപ്പൊ ആ പരിപാടി എനിക്ക് അത് ഷൂട്ട് തുടങ്ങി ഒരു 2 ദിവസം കഴിയുന്നവരുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം വിഷ്ണു ചേട്ടനും ഷൈൻ ചേട്ടനും അജയ് ചേട്ടനൊക്കെ ഇരിക്കുമ്പോഴാണ് അവരും പറയുന്നത് അവർക്കും ഇതേ പരിപാടി. അപ്പൊ ഞാൻ ചോദിച്ചത് എല്ലാവർക്കും ഉള്ളതാണ്, എനിക്ക് മാത്രമല്ല. അപ്പൊ ആ സംഭവം. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതെ, ഒരുപക്ഷെ എൻ്റെ പ്രിവിലേജ് ആയിരിക്കും, എൻ്റെ സെറ്റ് ബാക്ക് എനിക്ക് ഞാൻ മാത്രമാണ്. ഞാനതിൽ വർക്ക് ചെയ്താൽ ഒരുപക്ഷെ മുന്നോട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധമുള്ളത്. പിന്നെ നാളെ ഞാൻ മാറ്റി പറഞ്ഞു നോക്കിയിരിക്കും. ഇപ്പൊ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു ഡ്രീം റോൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റോൾ അഭിനയിച്ചാൽ കൊള്ളാം, അങ്ങനെ ഉണ്ടോ മനസ്സിൽ? കുറേ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പൊ പോലീസ്, വക്കീല് ഇതൊക്കെയാണല്ലോ നമ്മുടെ സിനിമയിലൊക്കെ ഭയങ്കര മിന്നും ക്യാരക്ടേഴ്സ്, അടിപൊളി ഡയലോഗ്സ്. അപ്പൊ അതിങ്ങനെ ആയിട്ടുണ്ട്. ഒരു നല്ല ഗംഭീര വക്കീൽ കിട്ടിയിട്ടുണ്ട്, 2 നല്ല പോലീസ് ഓഫീസേഴ്സ് ആയി. വിശേഷത്തിലൊക്കെ നല്ല ഇടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി എനിക്കൊരു സൂപ്പർ ഹീറോ ആവണം, അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പ്രോപ്പർ ആക്ഷൻ പടം ചെയ്യണം, ഒരു സോംബി പടം ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടീസ് എന്നുവെച്ചാൽ, അതായത് ഭയങ്കര ഓർഡിനറി അല്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ. എന്നുവെച്ചാൽ ഓർഡിനറി സാധനങ്ങൾ നമുക്ക് എന്നും ചെയ്യാലോ. അത് എന്നും ചെയ്യണം, അത് വേണം, അത് കൂടെ വേണം, അത് വേണം. അതെ, അതിന്റെ കൂടെ ഈ പറയുന്ന കുറച്ച് സാധനങ്ങൾ, പിന്നെ ഒരു റൊമാൻറ്റിക് കോമഡി, അങ്ങനത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് ഇപ്പോഴുള്ള ആഗ്രഹം. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളത്തെ ഒരു ജേർണിയിലോ അല്ലെങ്കിൽ ഈ ഒരു കരിയറിൽ വെച്ച് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ വെച്ചിട്ട് ചിന്നുവിനെ സംബന്ധിച്ച് എന്താണ് സക്സസ് എന്ന് തോന്നുന്നത്? വളരെ ചെറിയൊരു ചോദ്യമായിട്ട്. എനിക്ക് ആക്ച്വലി ഞാൻ അതിന് ലൈക്ക് എപ്പോഴും ഞാൻ ആലോചിക്കുന്ന കാര്യമാണ്, എന്താണ് സക്സസ്. കാരണം നമ്മൾ സക്സസ് എന്ന് പറയുന്നത് ഇപ്പം ഫിലിംസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ സിനിമ നിറഞ്ഞ തിയേറ്ററുകളിൽ ഓടണം, അതിന്റെ പ്രൊഡ്യൂസറിന് നല്ല പൈസ ഉണ്ടാവണം, അതാണ് നമ്മുടെ ഐഡിയ ഓഫ് സക്സസ്. അതെ, കാരണം ഒരു പോപ്പുലർ സിനിമ. പക്ഷെ ചിലപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ആവണം എന്നില്ല. ചില സിനിമ ചിലപ്പോൾ കാലം തെറ്റി റിലീസായിട്ടുണ്ടാവും, നല്ല സിനിമ ആയിട്ട് പോലും. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ അത് വലിയ സിനിമകളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ കാണാതെ പോയി, പിന്നെ OTT വരുമ്പോൾ ഭയങ്കര സംസാരിക്കുന്ന പടങ്ങളുണ്ട്. അപ്പം ലൈക്ക് എങ്ങനെ എനിക്ക് ജഡ്ജ് ചെയ്യണം എന്ന് പല സമയങ്ങളിലും ഞാൻ തന്നെ ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആസ് എൻ ആക്ടർ ഐ ഫീൽ ഇതെനിക്ക് പെർസ്പെക്റ്റീവ് തന്ന എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് കൂടിയാണ്. നമ്മളൊരു സിനിമയിൽ പോകുന്നത് എല്ലാവരും ആരാണെങ്കിലും ഇത് നന്നാവണം എന്ന് വിചാരിച്ച് തന്നെയാണല്ലോ. ഇത് മോശമാവണം എന്ന് വിചാരിച്ച് ആരും പോവാറില്ല, ആരും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ നമ്മുടെ 100% ഇടുകയും അത് കാണുന്ന ആൾക്കാർക്ക് അത് കുഴപ്പമില്ല നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുകയും ചെയ്താൽ അതൊരു വിജയമാണ്. പിന്നെ ഓരോ ഫിലിമും നമ്മൾ, പ്രത്യേകിച്ച് ഞാൻ കുറച്ച് സിനിമയേ ആയിട്ടുള്ളൂ, അപ്പോൾ എനിക്ക് തരുന്ന ഒരു ട്രെയിനിങ് ഉണ്ടല്ലോ, അത് ഞാൻ ഇപ്പം ഞാൻ തമാശ ചെയ്യുന്ന സമയത്ത് വിനയേട്ടൻ്റെ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ക്ഷമയോടെ ഇരുന്ന് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മേക്കേഴ്സ് എന്നെ പഠിപ്പിച്ച കാര്യമുണ്ട്. ഭീമൻ്റെ വഴിയിൽ നിന്ന് വന്നപ്പോൾ ചാക്കോച്ചൻ്റെ നിന്ന് പഠിച്ച കുറച്ച് ടിപ്സും കാര്യങ്ങളുണ്ട്. കാതലിൽ വന്നപ്പോൾ മമ്മൂക്കയുടെ നിന്ന് കിട്ടിയ കുറേ സംഭവങ്ങളുണ്ട്. ജാക്സണിലാണെങ്കിലും ആ ടീമിൻ്റെ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഇപ്പോൾ വിശേഷം വരെ അതിന് മുമ്പ് ചെയ്ത താനാരാണെങ്കിലും ഒക്കെ ഞാൻ അതിൽ നിന്നും ആസ് എൻ ആക്ടർ ഐ എം ഗ്രോയിങ്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ എ വേ സക്സസ് ആണ്. ബട്ട് ഇവൻച്വലി ഈ സിനിമ എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറിന് ഇത് ബിസിനസ് ആണ്. അദ്ദേഹത്തിന് ആ പൈസ, ആ ഇട്ട പൈസ കിട്ടുക, അതെ, അതിന് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ശരിക്കും സക്സസ് മെഷർ ചെയ്യുന്നത്. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇതൊക്കെയാണ് എൻ്റെ സക്സസ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സിനിമ ചെയ്യുന്നതാണ്, ഇപ്പം ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും സിനിമ ചെയ്യുന്നതാണ് ചിന്നുവിനെ സംബന്ധിച്ച് ഹാപ്പിനെസ്. പക്ഷെ സിനിമയല്ലാതെ സിനിമേനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ചിന്നുവിനെ സംബന്ധിച്ച് ഹാപ്പിനെസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആ വേർഡ് പറയുമ്പോൾ എന്താ പെട്ടെന്ന് ആലോചിക്കുന്നത്? ആക്ച്വലി എനിക്ക് തോന്നുന്നു ലൈക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ. ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്ന കാര്യം ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം വരിക. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഫിലിമിൽ അഭിനയിക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് മിണ്ടാതിരിക്കാനാണ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും കുറവ് ചെയ്യാൻ പറ്റുന്നത് കിട്ടുന്നത് അത് മാത്രമായിരിക്കും.
അപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ സൺഡേസ് ഒന്നും ഞാൻ ലൈക്ക് പറ്റുമെങ്കിൽ ഞാൻ എന്ത് അവോയ്ഡ് ചെയ്യും സൺഡേസിൽ. കാരണം ആ ഒച്ചയില്ലാതെ ബഹളം ഇല്ലാത്ത വീട്ടിനകത്ത് ഇപ്പം ഞാനും അമ്മയാണെങ്കിൽ ഞാനും അമ്മയും, അനിയത്തി ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര സ്ലോ ആയിട്ട് ആ ഡേ പോകുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് നമുക്ക് ഇരുന്ന് കുറേ നേരം സംസാരിക്കാൻ പറ്റുക, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട്, ഓട്ടം ശല്യമൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരിക്കുക. എനിക്ക് അതും പിന്നെ ഈ പറയുന്ന ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റുക, ലൈക്ക് നമ്മൾ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ സൈഡിലിരിക്കുമല്ലേ, ലൈക്ക് ഡേ ഡ്രീം ചെയ്ത്. ഹാപ്പിനെസ്. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരുന്നത്? ഇപ്പോൾ റിലീസിനുള്ളത് താനാര എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അതൊരു ഔട്ട്റൈറ്റ് കോമഡി സിനിമയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കോമഡി ചെയ്യുന്നത്. അതും ഈ പറയുന്ന സ്ലാപ്സ്റ്റിക് ആയിട്ട് കുറച്ച് ഓവർ ദ ടോപ്പ് ആയിട്ട്, പ്രത്യേകിച്ച് ലോജിക്കിന് ഒരു സ്പേസ് ഇല്ലാത്ത ഒരു സിനിമയാണ് താനാര. ചിരിക്കാൻ വേണ്ടി പോയിരിക്കുന്നതാണ്. ചിരി എന്നുള്ള ഒരൊറ്റ പരിപാടിക്ക് വേണ്ടി. അതെ, എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോമഡി എന്താ പറയുക, ഒരു സ്റ്റാൻഡപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തിനാ പോകുന്നത്? ചിരിക്കാനല്ലേ, അല്ലാണ്ട് അതിനകത്ത് തത്വം അങ്ങനെ ചിരിക്കാം എന്ന് പറഞ്ഞ് പോയി ഇരിക്കാൻ പറ്റുന്നാൽ ചിരി വരുന്ന ഒരു സിനിമയാണ് താനാര. അപ്പോൾ അത് ഞാൻ ഈ കോമഡി എക്സ്പെരിമെന്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിപ്പം ഉടനെ റിലീസുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അത് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വരാനുള്ള പ്രോജക്ട്സ്. നമ്മുടെ ഏകദേശം എൻഡിലോട്ട് വരികയാണ്. നല്ല ഒരു ടൈമായിരുന്നു എനിക്കിത്. താങ്ക് യു വെരി മച്ച്. ഇറങ്ങാൻ പോകുന്ന എല്ലാ പ്രൊജക്ട്സും സക്സസ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.